മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ യഥാർത്ഥ പേര്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ യഥാർത്ഥ പേര്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1869 ഒക്ടോബർ 2 പോർബന്തറിലാണ് ജനനം. ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 2. ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നത്. അച്ഛൻ കരംചന്ദ് ഗാന്ധി, അമ്മ പുത്ലിബായ്. 1883 14-ാം വയസ്സിലാണ് ഗാന്ധിജിയുടെ വിവാഹം. 1883 14-ാം വയസ്സിലാണ് ഗാന്ധിജിയുടെ വിവാഹം. കസ്തൂർബ ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. മോനിയ എന്നാണ് ഗാന്ധിജിയുടെ ഓമനപ്പേര്. മോനിയ എന്നാണ് ഗാന്ധിജിയുടെ ഓമനപ്പേര്. ഗാന്ധിജിക്ക് കുട്ടികൾ നൽകിയ ഓമനപ്പേരാണ് ബാപ്പുജി. കുട്ടികൾ നൽകിയ ഓമനപ്പേരാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനം. 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. 1920 ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. 1925 വൈക്കം സത്യാഗ്രഹ സമരത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഗാന്ധിജി കേരളത്തിൽ എത്തിയിട്ടുണ്ട്. 1925 1927 കോഴിക്കോട് ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഹരിജന സമ്മേളനം നടന്നു. 1927 ഹരിജന സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നത്. 1934 ഹരിജൻ ഫണ്ട് പിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടും 1934 ഗാന്ധിജി കേരളത്തിലെത്തിയിട്ടുണ്ട്. 1937 അവസാനമായിട്ട് കേരളം ഗാന്ധിജി സന്ദർശിച്ചിട്ടുള്ളത്. ഗാന്ധിജിയുടെ കേരള സന്ദർശന സമയത്ത് ഹരിജനങ്ങളുടെ ഉയർച്ചയ്ക്കായി സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഊരി നൽകിയ വ്യക്തിയാണ് കൗമുദി. 5-ാം കേരള സന്ദർശനം ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 5-ാം കേരള സന്ദർശനത്തിനെയാണ് ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിൻ്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരമാണ് 1906 നടന്നത്. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരമാണ് ചമ്പാരൻ സമരം. ബീഹാറിലെ ചമ്പാരൻ സമരം. 1917 ഏപ്രിൽ 10 ചമ്പാരൻ സമരം നടന്നത്. നീലം കർഷകർക്ക് വേണ്ടിയാണ് ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത്. ഗാന്ധിജിയുടെ 2ാമത്തെ സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിഭായിയെയും കണ്ടത്. ഗാന്ധിജിയുടെ 2ാമത്തെ സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിഭായിയെയും കണ്ടത്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്. സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥമാണ് ഭഗവത് ഗീത. സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥമാണ് ഭഗവത് ഗീത. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ലിയോ ടോൾസ്റ്റോയാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു. ലിയോ ടോൾസ്റ്റോയാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയാണ് വിനോബ ഭാവെ. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെ. ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. മീരാബെൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യയാണ് മെഡലിൻ സ്ലേറ്റ്. മെഡലിൻ സ്ലേറ്റ് ആണ് മീരാബെൻ എന്ന പേരിൽ പ്രശസ്തയായ ഗാന്ധി ശിഷ്യ. ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. 1922 ജയിൽവാസത്തിനിടയിലാണ് ആത്മകഥ എഴുതിയത്. ഗുജറാത്തി ഭാഷയിലാണ് അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടുള്ളത്. സത്യശോധിനി എന്ന പേരിൽ മറാത്തി ഭാഷയിലാണ് ആദ്യമായിട്ട് ആത്മകഥ പ്രസിദ്ധീകരിച്ചത്.
ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ ദേശായി. മഹാദേവ ദേശായിയാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടത്. ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളിയാണ് ബാരിസ്റ്റർ ജി.പി. പിള്ള. ബാരിസ്റ്റർ ജി.പി. പിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന പേര് കൂടി ഗാന്ധിജി നൽകിയത്. ഗാന്ധിയുടെ ചിന്തകളിൽ വഴിത്തിരിവുണ്ടാക്കിയ ഗ്രന്ഥമാണ് ജോൺ റസ്കിൻ്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന ഗ്രന്ഥം. ജോൺ റസ്കിൻ്റെ അൺ ടു ദ ലാസ്റ്റ് എന്ന ഗ്രന്ഥം. ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ 2 നാടകങ്ങളാണ് ഹരിശ്ചന്ദ്ര ആൻഡ് ശ്രാവണകുമാരൻ. ഹരിശ്ചന്ദ്ര ആൻഡ് ശ്രാവണകുമാരൻ. ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആഴ്ചപ്പതിപ്പാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയെ വിശേഷിപ്പിച്ചത് തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ്. തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ദക്ഷിണാഫ്രിക്കയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. 1922 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ചൗരി ചൗര സംഭവം നടന്നത്. ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം വാർധയിൽ സ്ഥിതി ചെയ്യുന്നു. ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ്. പുലയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? അയ്യങ്കാളിയെ. പുലയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെ. ഉപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയതാണ് ദണ്ഡിയാത്ര. 1930 മാർച്ച് 12-നാണ് ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിക്കുന്നത്. 78 അനുയായികൾ ഗാന്ധിജിയുടെ കൂടെ ഈ യാത്രയിൽ ഉണ്ടായിരുന്നു. 1930 ഏപ്രിൽ 6-ന് ദണ്ഡിക്കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പ് കുറുക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തിന് ശേഷം നടന്ന ആദ്യ പ്രഖ്യാപിത സമരമായിരുന്നു ദണ്ഡിയാത്ര. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സബർമതിയിലെ ഗാന്ധിജിയുടെ ആശ്രമം മുതൽ ദണ്ഡി വരെയായിരുന്നു ഈ യാത്ര. ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനമാണ് രഘുപതി രാജാറാം. അബ്ബാസ് തിയാബ്ജിയാണ് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഇനി പറയുന്നത് ഗാന്ധിജിയും INCയും. 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി INC സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് INCയുടെ പ്രസിഡന്റായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് 1934 ബോംബെ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം INCയുടെ അംഗത്വം ഉപേക്ഷിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ ഗാന്ധിജി ആഘോഷങ്ങളിൽ നിന്ന് മാറി ബംഗാളിലെ ഒരു ഗ്രാമത്തിലായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ പേരാണ് നവ്ഗാലി. നവ്ഗാലി എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ്. ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ് പൊളിയുന്ന ബാങ്കിൽ നിന്ന് മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന്. ക്രിപ്സ് മിഷനെയാണ് ഇങ്ങനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളിയാണ് കെ രാമകൃഷ്ണപിള്ള. കെ രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം മലയാളത്തിൽ എഴുതിയത്. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം നവജീവൻ ട്രസ്റ്റിന്. നവജീവൻ ട്രസ്റ്റിനാണ് ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം നൽകിയിരിക്കുന്നത്. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കർ. വിഷ്ണു ദിഗംബർ പലുസ്കർ. ഗാന്ധിജിയും നെഹ്റുവും ഒന്നിച്ച ANC സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. രക്തമാംസങ്ങളോടെ ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിലൂടെ കടന്നു പോയെന്ന് വരും തലമുറക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആൽബർട്ട് ഐൻസ്റ്റീൻ.
1915 ജനുവരി 9-നാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഇതിൻ്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ജനുവരി 9 പ്രവാസ ദിനമായി ആചരിക്കുന്നു. 2003 മുതൽ പ്രവാസി ദിനമായി ജനുവരി 9 ആചരിച്ച് വരുന്നു. റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയുടെ തിരക്കഥാകൃത്ത് ആര്? ജോൺ ബ്രെയ്ലി. ജോൺ ബ്രെയ്ലിയാണ് ഗാന്ധി സിനിമയുടെ തിരക്കഥാകൃത്ത്. 1982 ഈ സിനിമ പുറത്തിറങ്ങിയത്. സുഭാഷ് ചന്ദ്രബോസിനെയാണ് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിളിച്ചത്. ഗാന്ധിജിയെക്കുറിച്ചുള്ള ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമ സംവിധാനം ചെയ്തത് ശ്യാം ബെനഗൽ. ശ്യാം ബെനഗലാണ് ദ മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന ഗാന്ധിജിയെക്കുറിച്ചുള്ള സിനിമ സംവിധാനം ചെയ്തത്. ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിൻ്റെ വർണ്ണ വിവേചനത്തിനെതിരെ പ്രതികരിക്കാൻ ഗാന്ധിജി രൂപീകരിച്ച സംഘടനയാണ് നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് രാജ്ഘട്ടിൽ. ഗാന്ധിജിയുടെ അവസാന വാക്ക് ഹേ റാം. ജനുവരി 30-നാണ് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. 1948 ജനുവരി 30-നാണ് നെതുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി മരിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ ദീപനാളം പൊലിഞ്ഞു. അനുശോചന സന്ദേശത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് വികാരാധീനനായ ദേശീയ നേതാവ് ആര്? ജവഹർലാൽ നെഹ്റു. നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ് എന്ന് ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. തൻ്റെ 2 ശ്വാസകോശങ്ങൾ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സത്യവും അഹിംസയും. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയനാണ് മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചതും ഗാന്ധിജിയാണ്. ഗാന്ധിജി പഠിച്ച ഗുജറാത്തിലെ കോളേജ് സമൽദാസ് കോളേജ്. ഹിന്ദ് സ്വരാജ് ഗാന്ധിജിയുടെ കൃതിയാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. ഗുരുദേവ് എന്ന് ടാഗോറിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചു. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് യേശു ക്രിസ്തുവിനെയാണ്. ഗാന്ധിജിയെക്കുറിച്ച് ധർമ്മസൂര്യൻ എന്ന കൃതി രചിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോൾ. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കൃതി രചിച്ചത് NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യരാണ് ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കൃതി രചിച്ചത്. ഗാന്ധിജിയെക്കുറിച്ച് ആഗസ്റ്റ് കാറ്റിൽ ഒരില എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യർ. ഗാന്ധിജിയും കാക്കയും ഞാനും രചിച്ചത് ONV. ഗാന്ധി ഭാരതം എന്ന കവിത രചിച്ചത് പാല നാരായണൻ നായർ. ഗാന്ധി എന്ന കവിത രചിച്ചത് മധുസൂദനൻ നായർ. മധുസൂദനൻ നായർ. ഗാന്ധി വചനങ്ങൾ ശുചിത്വം ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. എനിക്ക് 24 മണിക്കൂർ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുക ഈ രാജ്യത്തെ മദ്യഷാപ്പുകളെല്ലാം അടച്ചു പൂട്ടിയിരിക്കും. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഉറങ്ങുന്നവന് നിയമം ഒരിക്കലും സംരക്ഷണം നൽകുന്നില്ല. നീതി ലഭിക്കാൻ ഉണർന്നിരിക്കണം. മനുഷ്യ സേവനം ഭക്തിയേക്കാൾ പ്രധാനമാണ്. ഭീരുത്വത്തേക്കാൾ നല്ലത് പൊരുതി മരിക്കലാണ്. സ്നേഹവും അഹിംസയും ജീവിതത്തെ വിലയുള്ളതാക്കുന്നു. ഗാന്ധിജി സ്ഥാപിച്ച പത്രങ്ങൾ ഇന്ത്യൻ ഒപ്പീനിയൻ 1904. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങിയ പത്രമാണ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ പത്രം ഇറങ്ങിയിരിക്കുന്നത്. യങ് ഇന്ത്യ 1918 ഇംഗ്ലീഷ് ഭാഷയിൽ. നവജീവൻ 1918 ഗുജറാത്തി ഭാഷയിൽ. ഹരിജൻ 1933 ഇംഗ്ലീഷ് ഭാഷയിൽ. 4 പത്രങ്ങളാണ് ഗാന്ധിജി സ്ഥാപിച്ച പത്രങ്ങൾ.
ഗാന്ധിജിയും വട്ടമേശ സമ്മേളനവും. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. മഹാത്മാഗാന്ധിയും ഇർവിൻ പ്രഭുവും ഒപ്പിട്ട ഗാന്ധി-ഇർവിൻ സന്ധി പ്രകാരമാണ് പങ്കെടുത്തത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നു മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യയാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി യാത്ര ചെയ്ത കപ്പൽ രാജപുത്താന. ഒപ്പം കൂട്ടിയ മൃഗമാണ് നിർമ്മല എന്ന ആട്. വട്ടമേശ സമ്മേളനത്തിന് ലണ്ടനിലെത്തിയപ്പോൾ ഗാന്ധിജി സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ. ഗാന്ധിജിയുടെ 100ാം ജന്മദിനത്തോട് അനുബന്ധിച്ച് 1969 വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സാമൂഹിക സംഘടന നാഷണൽ സർവീസ് സ്കീം. ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയ വർഷം 1996. 1996 ഗാന്ധി സീരീസിലുള്ള കറൻസി എത്തിയത്.